സൈനിക നടപടികൾ ഭാരതം ശക്തമാക്കിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 11 മണിക്ക് സുരക്ഷാകാര്യ സമിതി യോഗം ചേരും. ഇന്നലെ ചേർന്ന സായുധ സേനാ മേധാവിമാരുടെ യോഗത്തിൽ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ സേനകൾക്ക് പ്രധാനമന്ത്രി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. ദൗത്യം അകലെയല്ലെന്ന് സൂചിപ്പിച്ച് ഭാരതത്തിലെ നാവികസേനയും യുദ്ധക്കപ്പലുകളുടെ ചിത്രമടക്കമാണ് നാവികസേന ഈ സന്ദേശം എക്സിൽ പോസ്റ്റ് ചെയ്തത്. അതേസമയം ഇന്ത്യ ആക്രമിക്കാനൊരുങ്ങുന്നുവെന്ന് പാകിസ്ഥാൻ UN-ൽ പരാതിപ്പെട്ടു. ജിഷ്ണു യുദ്ധമാസന്നമോ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സൈനിക നടപടികൾ വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ള സൂചനകളാണ് വരുന്നത്. ഇന്ന് 11 മണിക്ക് സുരക്ഷാകാര്യ സമിതി യോഗം ചേരുമ്പോൾ എന്തെല്ലാം നിർണായക തീരുമാനങ്ങളിലേക്ക് കൂടി കടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്? ജിഷ്ണു, സൈനിക നടപടികൾ ഭാരതം ശക്തമാക്കുമ്പോൾ എന്തായാലും യുദ്ധത്തിനരികിലേക്ക് അല്ലെങ്കിൽ പാകിസ്ഥാനുമേൽ ഒരു കടുത്ത ആക്രമണത്തിനരികിലേക്ക് ശക്തമായ തിരിച്ചടിയിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? രോഹിണി, തീർച്ചയായും ഭീകരശക്തികൾക്കും പാകിസ്ഥാനുമേൽ കനത്ത പ്രഹരം ഭാരതം ഏൽപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ വ്യക്തമായ സൂചനകൾ ഇതിനോടകം തന്നെ സൈന്യം നൽകിയിട്ടുണ്ട്. നിലവിൽ ഏറ്റവും ഒടുവിൽ നാവികസേനയാണ് ഇത്തരത്തിൽ സമുദ്ര അതിർത്തിയിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചുകൊണ്ടുള്ള പ്രതികരണം, അതായത് തിരിച്ചടി അകലെയല്ല, ഒരു തിരിച്ചടിക്കും അകലെയല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള മെസ്സേജ് നൽകിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സമുദ്ര അതിർത്തികളിലും കര അതിർത്തിയിലും ഒപ്പം വ്യോമ അതിർത്തിയിലും യുദ്ധസമാനമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ മണിക്കൂറുകൾക്കകം തന്നെ ഭാരതം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയൊരു ഭീകരാക്രമണം അതിർത്തി മേഖലകളിൽ ഉണ്ടാകാതിരിക്കാനും ഒപ്പം പഹൽഗാമിൽ വീണ ചോരയ്ക്ക് മറുപടി നൽകാനുമുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ നടന്ന കൂടിയാലോചനകളും അതിൻ്റെ ഭാഗമായി അതിർത്തി മേഖലകളിൽ നടന്നിട്ടുള്ള സൈനിക നീക്കവും എന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ വിലയിരുത്താൻ സാധിക്കും. നിലവിൽ നാവികസേനയാണ് യുദ്ധക്കപ്പലുകളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സമുദ്രാതിർത്തിയിൽ എന്തിനും തയ്യാറാണ്, തിരിച്ചടി അകലെയല്ല എന്ന മെസ്സേജ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിർത്തിയിൽ അത്യാധുനിക മിസൈൽ ലോഞ്ചറുകളും ഒപ്പം ഈ വ്യോമാതിർത്തിയിൽ യുദ്ധവിമാനങ്ങളും വിന്യസിച്ചതിൻ്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. അത് ഏത് രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും? ഒരു പാകിസ്ഥാനുമായൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുമോ, അതല്ലെങ്കിൽ ഭീകരർക്ക് നേതൃത്വം നൽകുന്ന ഇതിൻ്റെ ഭീകര ആസൂത്രണങ്ങൾ നടക്കുന്ന ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും എല്ലാം ഉന്നത കമാൻഡർമാരെ വധിച്ചുകൊണ്ട് ഭീകര കേന്ദ്രങ്ങളിൽ ഒരു കനത്ത നഷ്ടം വിതച്ചുകൊണ്ടുള്ള ആക്രമണമായിരിക്കുമോ, കടന്നാക്രമണമായിരിക്കുമോ നടത്തുക? ഏത് രീതിയിലായിരിക്കും ഈ തിരിച്ചടി നൽകുക എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്ക് മുൻപിലുള്ള ചോദ്യം അവശേഷിക്കുന്നത്. കാരണം രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം, രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വം ഇതിനോടകം തന്നെ വളരെ കൃത്യമായ മെസ്സേജ് നൽകി കഴിഞ്ഞു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്നിട്ടുള്ള ഉന്നത സൈനിക യോഗം, അതായത് അതിൽ പങ്കെടുത്തത് ഒന്ന് പ്രതിരോധ മന്ത്രി, കൂടാതെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ, സായുധ സേനയുടെ ഈ കര വ്യോമ നാവിക സേനകളുടെ മേധാവിമാരുമാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ആ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 കാര്യങ്ങളാണ്, അതായത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം 3 കാര്യങ്ങളാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒന്ന്, സൈന്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. മറ്റൊന്ന്, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകണമെന്ന് രാജ്യം കൈക്കൊണ്ട ദൃഢനിശ്ചയമാണ്. മൂന്നാമത്തേത്, ആ തിരിച്ചടി ഏത് രീതിയിൽ നൽകണം, അതിൻ്റെ സമയം എന്തായിരിക്കും, അതിൻ്റെ സ്വഭാവം എന്താകണമെന്ന് സൈന്യത്തിന് തീരുമാനിക്കാം. എന്നീ 3 കാര്യങ്ങളാണ് ഇന്നലെ ആ യോഗത്തിൽ തീരുമാനങ്ങളായി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ സേനാ നീക്കങ്ങൾ അതിശക്തമാക്കിയിട്ടുണ്ട്. ഏത് നിമിഷവും ഏത് രീതിയിലുമുള്ള തിരിച്ചടി ഭീകരശക്തികൾക്കും ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന നമ്മുടെ അയൽ രാജ്യത്തിനും ലഭ്യമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നും രാജ്യതലസ്ഥാനത്ത് നിർണായകമായ യോഗങ്ങൾ ചേരുന്നുണ്ട്. 11 മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേരും. അതിൽ പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി, ധനമന്ത്രി, വിദേശകാര്യമന്ത്രി, ക്യാബിനറ്റ് സെക്രട്ടറി, പ്രതിരോധ സെക്രട്ടറി എന്നിവരാണ് ആ യോഗത്തിൽ പങ്കെടുക്കുക. ആഭ്യന്തര സുരക്ഷ, അതിർത്തിയിലെ തീരുമാനങ്ങൾ, കൗണ്ടർ ടെററിസം, ഈ വിഷയങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കാൻ അധികാരമുള്ള സമിതിയാണ് മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി. ആ സമിതിയാണ് 11-ന് യോഗം ചേരുന്നത്. അതിനുശേഷം മന്ത്രിസഭയുടെ രാഷ്ട്രീയകാര്യ സമിതിയും യോഗം ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഡൽഹിയിൽ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ ഫോട്ടോകളും വീഡിയോകളും പുറത്തു വരുന്ന തരത്തിൽ നിർണായക യോഗങ്ങളും അതല്ലാതെ സൈനിക തലത്തിൽ അതീവ രഹസ്യ സ്വഭാവമുള്ള യോഗങ്ങളും അടിക്കടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തീരുമാനങ്ങൾക്കനുസൃതമായി ജമ്മു കശ്മീരിലും അതിർത്തി മേഖലകളിലും സേനാ നീക്കങ്ങളും ശക്തമാണ്. ഏതായാലും രാജ്യം പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. രാജ്യത്തിൻ്റെ സൈന്യം സുസജ്ജമാണ്. ഏത് രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നാണ് നോക്കിക്കാണേണ്ടത്. ഇത് ഏറ്റവും കൂടുതൽ ബോധ്യമുള്ളത്
അത് പാകിസ്ഥാനുമാണ്. കാരണം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇതിനോടകം തന്നെ ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചിട്ടുണ്ട്. ഇന്ത്യ ഏത് സമയം വേണമെങ്കിലും പാകിസ്ഥാനെ ആക്രമിക്കും, അതിൽ ഇടപെടണമെന്ന ആവശ്യമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഐക്യരാഷ്ട്രസഭയ്ക്ക് മുൻപിൽ വെച്ചിട്ടുള്ളത്. നന്ദൻ, എന്തായാലും ഇപ്പോൾ നിലവിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ അതിശക്തമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മലനിരകളിൽ ഉണ്ട് എന്നുള്ളത്, അതായത് കുൽഗാം ജില്ലയിലെ മലനിരകളിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേന പ്രദേശമാകെ വളഞ്ഞിരിക്കുന്നു എന്നുള്ളത് അറിയാം. നമുക്ക് രണ്ടായി ഇതിനെ തരംതിരിക്കാം. ഒരു ഭാഗത്ത് ഈ ഭീകരാക്രമണം നടത്തിയവർ ആ പ്രദേശം വിട്ടു പോയിട്ടില്ല എന്നുള്ള നിഗമനത്തിൽ സുരക്ഷാ സേന അതിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രദേശമാകെ വളഞ്ഞ ആ ഭീകരർക്കായുള്ള തിരച്ചിൽ നടത്തുന്നു. അതോടൊപ്പം ഭാരതം ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പാകിസ്ഥാനെതിരെ വളരെ കൃത്യമായ ഒരു സൈനിക നടപടിയിലേക്ക് തന്നെ പോകാനുള്ള എല്ലാ നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് രണ്ട് തരത്തിലും കൃത്യമായി വളഞ്ഞു തന്നെ പാകിസ്ഥാനെ ആക്രമിക്കുക, ഇതിന് ഉത്തരവാദികളെ കൈയോടെ പിടികൂടുക, ഇതിന് ആസൂത്രണം ചെയ്തവർക്ക് കനത്ത തിരിച്ചടി നൽകുക, ആ ലക്ഷ്യത്തിലേക്കല്ലേ ഭാരതം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? രോഹിണി, പല ഘട്ടത്തിലും നമ്മൾ പല വിട്ടുവീഴ്ചകളും ചെയ്തിരുന്നു. എന്നാൽ ഇനി അത്തരമൊരു വിട്ടുവീഴ്ചകൾ വേണ്ട എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്നും സൈന്യത്തിനും അതേപോലെ തന്നെ അർദ്ധസൈനിക വിഭാഗങ്ങൾക്കും നൽകിയ നിർദ്ദേശം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സജ്ജീകരണവുമായി സൈന്യം അതിർത്തി മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അടിക്ക് തിരിച്ചടി എന്നുള്ളത് തന്നെയാണ് ഡൽഹിയിൽ നിന്നും സൈനിക കേന്ദ്രങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നോർത്തേൺ കമാൻഡിന് ഈ മേഖലയിലെ ഓപ്പറേഷൻ നടത്തുന്നത് നോർത്തേൺ കമാൻഡാണ്. സൈന്യത്തിൻ്റെ നോർത്തേൺ കമാൻഡ് അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളുമായി എല്ലാ തയ്യാറെടുപ്പുകളുമായി എല്ലാ സജ്ജീകരണങ്ങളുമായി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. എന്തിനേയും നേരിടാം, ഏത് നിമിഷവും എന്തും ഉണ്ടാകുമെന്നുള്ളൊരു സാഹചര്യം. അങ്ങനെ എന്തുണ്ടായാൽ തന്നെയും അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഭാരതത്തിനാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി ഒരു കമാൻഡിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഭാരതത്തിൻ്റെ സൈന്യവും അതേപോലെ തന്നെ CRPF അടങ്ങുന്ന അർദ്ധസൈനിക വിഭാഗവും. അതിനിടയിൽ തന്നെയാണ് ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ. അതായത് 26 പേരുടെ, സാധാരണക്കാരായ 26 പേരുടെ, നിരപരാധികളായ 26 പേരുടെ മരണത്തിനിടയാക്കിയ, അവരെ കൊലപ്പെടുത്തിയ ഭീകരർക്ക് ഒരു തരത്തിലും മാപ്പ് നൽകേണ്ട എന്നുള്ളത് തന്നെയാണ് ഭാരതം തീരുമാനിച്ചിരിക്കുന്നത്. കഴിവതും അവരെ ജീവനോടുകൂടി തന്നെ പിടികൂടണം. കാരണം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കണമെങ്കിൽ അവരെ ജീവനോടുകൂടി തന്നെ പിടികൂടണം എന്നുള്ളത് തന്നെയാണ് ഡൽഹിയിൽ നിന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാരതം ഇത്തരം പ്രത്യാക്രമണങ്ങൾ അവർ ഈ പല ഘട്ടത്തിൽ കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പ് ഈ പ്രത്യേക ദൗത്യ സംഘം CRPF-ന്റെയും പോലീസിന്റെയും അതേപോലെ തന്നെ ഭാരതത്തിന്റെ സൈന്യത്തിന്റെ കമാൻഡോ ഫോഴ്സുകളുടെയും പ്രത്യേക ദൗത്യ സംഘം ഒരു ഘട്ടത്തിൽ ഈ ഭീകരവാദികളുടെ സമീപത്തേക്ക് എത്തിയതായിരുന്നു. എങ്കിൽ അവർ വലിയ രീതിയിൽ ആക്രമണം നടത്തി, സൈന്യത്തിന് ഈ പ്രത്യേക ദൗത്യ സംഘത്തിന് നേരെ ആക്രമണം നടത്തി രക്ഷപ്പെടുവാൻ അവർ തുനിയുകയായിരുന്നു. അതേസമയം തന്നെ ഒരു പക്ഷേ അവർക്ക് ഇവരെ വധിക്കുവാൻ വേണ്ടി ഭാരതത്തിന്റെ ഈ പ്രത്യേക ദൗത്യ സംഘത്തിന് സാധിച്ചേക്കാമായിരുന്നു. എന്നാൽ ഇവരെ ജീവനോടുകൂടി പിടികൂടിയാൽ മാത്രമേ ഈ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ എന്ന ഭീകരവാദ രാജ്യത്തിന്റെ യഥാർത്ഥ മുഖം വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കൂ. പെഹൽഗാം ആക്രമണത്തിൽ, പെഹൽഗാമിലെ ബൈസരൺ വാലിയിൽ 26 പേരെ കൊലപ്പെടുത്തിയ, കൂട്ടക്കുരുതി നടത്തിയ ഈ അധമന്മാരുടെ മുഖം, പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാകണമെങ്കിൽ സ്വാഭാവികമായും അവരെ ജീവനോടെ പിടികൂടിയേ മതിയാവൂ. കാരണം ഇതിനോടകം തന്നെ ഈ പെഹൽഗാം അക്രമവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളതാണ് പാകിസ്ഥാൻ വ്യക്തമാക്കി കഴിഞ്ഞത്. പാകിസ്ഥാൻ ഇവരെ കൈയൊഴിയുന്ന, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ എല്ലാ ആരോപണങ്ങളും, ഭാരതം മുന്നോട്ട് വെക്കുന്ന തെളിവുകളെല്ലാം തന്നെ നിഷേധിക്കുന്ന സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ ജീവനോടുകൂടി പിടികൂടുകയല്ലാതെ ഈ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുവാൻ ഒരുപക്ഷെ ഭാരതത്തിന്റെ മുന്നിൽ മറ്റ് പോംവഴികളില്ല. അതുകൊണ്ട് ഇവരെ ജീവനോടുകൂടി പിടികൂടാൻ തന്നെയാണ് പ്രത്യേക ദൗത്യസംഘം നീക്കം നടത്തുന്നത്. എനിക്ക് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പുഴയും കടന്ന് ആ കാടിനുള്ളിൽ ഈ ഭീകരർ ഇപ്പോഴും ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. സൈനിക ഓപ്പറേഷനുകൾ, സെർച്ചിങ് ഓപ്പറേഷനുകൾ നടക്കുകയാണ്. എനിക്ക് പിന്നിലും സൈനികരും അതേപോലെ തന്നെ അർദ്ധസൈനിക വിഭാഗമായ CRPF-ഉം ജമ്മു കാശ്മീർ പോലീസിന്റെ കമാൻഡോ ഫോഴ്സുമുണ്ട്. അതേപോലെ തന്നെ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മാത്രമാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് കാണിക്കാൻ കഴിയാത്തത്. അതേസമയം തന്നെ ആ കാട് പ്രേക്ഷകർക്ക് കൃത്യമായി കാണാം. ആ കാടിനുള്ളിൽ എവിടെയോ ഈ ഭീകരവാദികൾ
ഒളിച്ചിരിപ്പുണ്ട്. അവരെ ജീവനോടുകൂടി പിടികൂടുവാൻ വേണ്ടിയുള്ള പ്രത്യേക ദൗത്യം ഇപ്പോഴും തുടരുകയാണ്. അതേസമയം നേരത്തെ രോഹിണി സൂചിപ്പിച്ച പോലെ ഏത് തരത്തിലുള്ള നീക്കവും അതിനെ തടയിടുവാൻ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും എന്ത് നീക്കമുണ്ടായാലും അതിനെ തടയിടുവാൻ വേണ്ടി ഭാരതം തയ്യാറാണ്. കഴിഞ്ഞ 6 രാത്രികളിൽ നിരന്തരം ഭാരതത്തിന്റെ അതിർത്തിയിലെ നിയന്ത്രണ രേഖയിലെ പോസ്റ്റുകൾക്ക് നേരെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ റേഞ്ചേഴ്സ്, പാകിസ്ഥാന്റെ അതിർത്തി കാക്കുന്ന പ്രത്യേക വിഭാഗമാണ് പാകിസ്ഥാൻ റേഞ്ചേഴ്സ്, അവർ വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. യാതൊരു ദാക്ഷിണ്യവും കാണിക്കാത്ത തക്കതായ മറുപടിയാണ് BSF നൽകിയത്. തിരിച്ചടിച്ച് പരാജയപ്പെടുത്തുകയായിരുന്നു BSF ചെയ്തത്. അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പ്രദേശത്തെ, അതായത് ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ജനങ്ങളെ കൂടി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ടാണ് BSFന്റെ ഇത്തരം ഓപ്പറേഷനുകൾ പുരോഗമിക്കുന്നത്. സ്വാഭാവികമായും വരും രാത്രികളിലും പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും ഇത്തരം പ്രകോപനപരമായ നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തിരിച്ചടിക്കാൻ തന്നെയാണ് തീരുമാനം, തിരിച്ചടിച്ച് തകർക്കുക തന്നെയാണ് ഭാരതത്തിന്റെ ലക്ഷ്യം. അത് തന്നെയാണ് ഡൽഹിയിൽ നിന്നും സൈനിക കേന്ദ്രങ്ങൾക്ക് നോർത്തേൺ കമാൻഡിന് നൽകിയ നിർദ്ദേശം. അത് പാലിച്ച് തന്നെ തീർച്ചയായിട്ടും BSFും മറ്റ് പാരാമിലിറ്ററി ഫോഴ്സസും അതേപോലെ തന്നെ ഭാരതത്തിന്റെ കരസേനയും മുന്നോട്ട് പോകും. ഇതിനെല്ലാം ഉപരി വായുസേനയും എല്ലാ സജ്ജീകരണവുമായി കാശ്മീരിൽ സജ്ജമായി രംഗത്തുണ്ട്. അതേപോലെ തന്നെ കാശ്മീരിനടുത്തുള്ള സംസ്ഥാനങ്ങളിൽ വായുസേന എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി നിലനിൽക്കുകയാണ്. അതേപോലെ തന്നെ നാവികസേനയും അറബിക്കടലിൽ അവിടെ നാവികസേനയും അവരുടെ യുദ്ധക്കപ്പലുകൾ, പടക്കപ്പലുകൾ നങ്കൂരമിട്ട് കിടക്കുന്നു. അങ്ങനെ കരയോ വ്യോമമാർഗമോ അല്ലെങ്കിൽ കടൽ മാർഗമോ ആക്രമിക്കുവാനുള്ള നിർദ്ദേശം ഉണ്ടായാൽ, അല്ലെങ്കിൽ അടിക്കുവാൻ, പാകിസ്ഥാനെ അടിച്ച് തരിപ്പണമാക്കുവാനുള്ള നിർദ്ദേശം വന്നാൽ ഒരു നിമിഷം പോലും വൈകിക്കാതെ ഭാരതത്തിന്റെ ഈ സൈനിക ശേഷി കൃത്യമായി പാകിസ്ഥാനെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ എല്ലാ സജ്ജീകരണവുമായി ഇപ്പോൾ ഭാരതത്തിന്റെ 3 സൈനിക വിഭാഗങ്ങളും അതേപോലെ തന്നെ BSFും CRPFും അടങ്ങുന്ന പാരാമിലിറ്ററി ഫോഴ്സസും തയ്യാറായി രംഗത്ത് നിൽക്കുകയാണ്. രോഹിണി.